ഹായ് ഗായ്സ്, ഞങ്ങൾ ഇന്ന് പോകുന്നത് അനന്തപുരം തടാക ക്ഷേത്രത്തിലേക്കാണ്. കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് അനന്തപുരം തടാക ക്ഷേത്രം. ക്ഷേത്രത്തിലെ ഭവ്യ മുതലയായിരുന്നു ഏറ്റവും കൂടുതൽ ഭക്തരെ ആകർഷിച്ചിരുന്നത്. ആ മുതല കുറച്ചു വർഷങ്ങൾക്ക് മുന്നേ മരിച്ചിരുന്നു. അതിനുശേഷം പുതിയൊരു മുതല ഈ ക്ഷേത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. തിരുവനന്തപുരം അനന്തപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനം എന്നറിയപ്പെടുന്നത് കാസർഗോഡ് ജില്ലയിലെ ഈ അനന്തപുരം തടാക ക്ഷേത്രമാണ്. ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോയ സമയത്ത് തടാകത്തിലെ വെള്ളം വറ്റിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. നവീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയായിരുന്നു അത്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോയപ്പോൾ ക്ഷേത്രത്തിന് ചുറ്റും നിറയെ വെള്ളമായിരുന്നു. അതിൽ ഒരുപാട് മീനുകൾ നീന്തി തുടിക്കുന്നുണ്ടായിരുന്നു. അതിമനോഹരമായിരുന്നു ആ കാഴ്ച. തടാകത്തിൽ നിറയെ വെള്ളവും മീനും മുതലയെയും ഒന്നും കാണാൻ പറ്റാത്ത സങ്കടത്തിൽ ഞങ്ങൾ പതിയെ നടന്നു തുടങ്ങി. എത്ര പ്രാവശ്യം വന്നാലും മതിവരാത്ത ഒരു ക്ഷേത്രമാണ് അനന്തപുരം തടാക ക്ഷേത്രം. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും വരാമെന്ന് മനസ്സിലുറപ്പിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് നടന്നു നീങ്ങി. ക്ഷേത്രത്തിന് തൊട്ടടുത്തായി ഒരു മാവ് നിൽക്കുന്നുണ്ടായിരുന്നു. അതിൽ നിറയെ കുഞ്ഞു കുഞ്ഞു മാങ്ങകളായിരുന്നു. കാണാൻ നല്ല രസമായിരുന്നു.